ശ്യാമിലി ഇപ്പോൾ മീഡിയനൊപ്പം ചേരുകയാണ്. ശ്യാമിലി, ഇതിനകത്ത് ശ്യാമിലി, ഈ സംഭവം ഇന്ന് രാവിലെയാണ് സംഭവം നടക്കുന്നത് 12:30-ക്ക്. ഈ മുഖത്ത് ഇങ്ങനെ ക്രൂരമായി മർദ്ദനമേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാരണവുമില്ലാതെ ഒരു അഭിഭാഷകൻ ഒരു ജൂനിയറിനെ ഇങ്ങനെ മർദ്ദിക്കുന്നു. അത് കേൾക്കുമ്പോൾ അത്ഭുതമാണ് തോന്നുന്നത്. ശരിക്കും കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞ കാരണം എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് മറ്റൊരു ജൂനിയർ, സാറിൻ്റെ പഴയ ജൂനിയർ ഇപ്പോൾ വന്നിട്ട് നിയർലി 3 വീക്സ് 1 മന്ത് ആയിട്ടില്ല. ആ ജൂനിയറിനോട് എൻ്റെ കാര്യത്തിൽ എനിക്കറിയത്തില്ല ആ ചേച്ചിക്ക് എന്താണ് എന്നോടുള്ള പ്രശ്നം. ഇനി ഈഗോ ആണോ എനിക്കറിയത്തില്ല. ഞങ്ങൾ തമ്മിലൊരു സംസാരം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കൈകൊണ്ട് മുഖത്തടിച്ചിട്ടുണ്ട്. ആ മുഖം ഒന്ന് കാണിച്ച് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഈ മുഖത്തിന്റെ ഈ ഒരു ഭാഗത്ത് നല്ല മർദ്ദനമാണ് ഏറ്റിട്ടുള്ളത്. ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടി മുഖത്ത് കൈകൊണ്ടും പിന്നെ നിലത്തിട്ട് ഉപദ്രവിക്കുകയും ചെയ്തു എന്നൊരു കാര്യമാണ് ശ്യാമിലി പറയുന്നത്. ഈ മുഖത്ത് ഇപ്പോൾ ചികിത്സ തേടിയപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞേ? CT സ്കാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അഭിഭാഷകന്റെ പേരെന്തായിരുന്നു? ബെയിൻസോ? അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ്. അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ് 3 വർഷമായിട്ട് ശ്യാമിലി ഈ ബെയിലിൻ ദാസിനൊപ്പമാണ്. ഈ 3 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും ഇതേ രീതിയിലൊരു സാഹചര്യം ഇദ്ദേഹത്തിൽ നിന്ന് ശ്യാമിലിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അടിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് ഒരിക്കലാണ്. അത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴാണെന്ന് തോന്നുന്നു അടിച്ചത്. 5 മാസം എന്തോ ക്യാരിങ് ആയിരുന്നപ്പോഴാണ് അടിച്ചത്. ഇതുപോലെ എന്തോ ഫയൽസ് എന്തോ മുഖത്ത് വലിച്ചേരണം. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറിന് ഇങ്ങനെ, എന്നിട്ട് ഇറങ്ങിപ്പോയി. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് പറയാനുള്ള കേൾക്കണം. എപ്പോഴും ഇങ്ങനെയാ, സാറ് പെട്ടെന്ന് ദേഷ്യത്ത് പ്രതികരിച്ചിട്ട് പിന്നെ ഇറങ്ങിപ്പോവും, നിൽക്കത്തില്ല. എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. ഈ അടി മാത്രമല്ല, പ്രഗ്നന്റ് ആയിരുന്ന സമയത്താണ് സീനിയർ അഭിഭാഷകൻ മർദ്ദിക്കുന്നത്. ഇങ്ങനെ ഒന്നും പാടൊന്നും ആയില്ല. ഒരു ദേഷ്യത്തിൽ ആയതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കര സോറിയാണ്. എല്ലാവരുടെ മുന്നിൽ സോറി പറയാം. എന്നോട് മാത്രമല്ല, ഓഫീസിൽ ആര് പോയാലും. ആനന്ദ്, ഞങ്ങളുടെ ഓഫീസിലെ ക്ലർക്ക് ആനന്ദേട്ടൻ, അവിടുത്തെ ആ വർക്ക് പ്രഷറും ഈ സാറ് പറയുന്ന വാക്കുകളും ഇതൊക്കെ സഹിട്ട് ആനന്ദേട്ടൻ പോയതാണ്. ഒരു 3-4 പ്രാവശ്യം പോയിട്ടുണ്ടാവും ഓഫീസിൽ നിന്ന്. അപ്പോഴൊക്കെ സാർ ഇതുപോലെ കാല് പിടിച്ച് സോറി എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറയാം, എങ്ങനെയും ആനന്ദിനെ കൊണ്ടുവരണം, സോറി പറയാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെങ്ങനെ ബ്രെയിൻ വാഷ്. അത്രയും നമ്മൾ ചിന്തിക്കും, സീനിയർ അല്ല, ഇത്രയും ഒരു സീനിയറിന് നമ്മുടെ മുന്നിൽ താഴാൻ പറ്റുമോ? അപ്പോൾ ആ ഇതിലാണ് ആനന്ദേട്ടൻ പോലും 3 പ്രാവശ്യം പോയിട്ട് തിരിച്ചു വന്നത്. ശ്യാമിലി ഒരു അഭിഭാഷകയാണ്. നിയമങ്ങളെല്ലാം അറിയാം. നമ്മുടെ നാട്ടിൽ ഒരു തൊഴിൽ സംവിധാനമുണ്ട്, തൊഴിൽ വകുപ്പുണ്ട്, സ്ത്രീ സംരക്ഷണ വനിതാ കമ്മീഷൻ അടക്കമുള്ള സംവിധാനങ്ങളുള്ള നാട്ടിലാണ് ഇപ്പോഴും ഇതിങ്ങനെ ഈ രീതിയിൽ ഒരു ക്രൂരമായിട്ടുള്ളൊരു മർദ്ദനം പട്ടാപ്പകൽ കുറേയധികം ആളുകൾ മുന്നിൽ വെച്ച് ഏൽക്കേണ്ടി വന്നത്. അപ്പോൾ ഇതിനൊരു നിയമ നടപടി ഏത് രീതിയിലാണ് ആലോചിക്കുന്നത്? എന്തായാലും ബാർ കൗൺസിലും ബാർ അസോസിയേഷനിലും കംപ്ലൈൻറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോവാം എന്നാണ് തീരുമാനിക്കുന്നത്. പോലീസിൽ പരാതി കൊടുത്തോ? പോലീസിൽ പരാതി ഞാൻ എൻ്റെ മൊഴി കൊടുത്തിട്ടില്ല. അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ. ഇനി അവസാനമായിട്ട്, ഇപ്പോൾ ഈ മർദ്ദനമേറ്റ കാര്യം മാത്രമല്ല, പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് പോലും ഉപദ്രവിച്ച് നടക്കുന്ന കാര്യങ്ങൾ കൂടി പോലീസിനെയും വനിതാ കമ്മീഷനെയും അടക്കം അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ ശ്യാമിലി ഇത് പറയുന്നുണ്ട്, ഡെലിവറി പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് പോലും മർദ്ദിച്ചു എന്നുള്ളത്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ ഇയാൾക്കെതിരെ അത് നിയമത്തിൽ കൊണ്ടുവരണം. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ പറയുമോ? എനിക്ക് ഇതിനു മുമ്പ് വേറെ ജൂനിയേഴ്സിനെ മർദ്ദിച്ചിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. സാറിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഒരു കാര്യം പറയും, തിരിച്ചാരെങ്കിലും ഒന്ന് അത് ചോദ്യം ചെയ്താൽ പറയുന്നതൊക്കെ അസംബന്ധമായിരിക്കും, ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമുക്കത് ഡൈജസ്റ്റ് ആവില്ല. അപ്പോൾ അതിനെക്കുറിച്ച് തിരിച്ച് ചോദിച്ചാൽ അപ്പോൾ പ്രതികരിക്കും. ഒന്നുകിൽ മോശമായിട്ട് പറയും, ഓഫീസിൽ വരണ്ടെന്ന് പറയും, ഫയൽസ് മുഖത്ത് വലിച്ചെറിയും, തല്ലും. വേറെ ആരെങ്കിലും തല്ലിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിയമപരമായിട്ട് മുന്നോട്ട് പോകും. നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണ് എൻ്റെ വീട്ടുകാരുടെയും തീരുമാനം.